ഈശോംശിഹായിൽ പ്രിയപ്പെട്ടവരെ, ദൈവം ഭൂമിയിലേക്ക് അയച്ച ഏറ്റവും വലിയ കരുണയുടെ അടയാളമാണ് പരിശുദ്ധ കന്യക മറിയം. മറിയം വെറുമൊരു മധ്യസ്ഥയല്ല, അവളൊരു അമ്മയാണ്. സ്വന്തം കുഞ്ഞിൻ്റെ ഓരോ സ്പന്ദനവും അറിയുന്ന ഒരമ്മ. നാം ഇന്ന് ചിന്തിക്കുന്നത് കുഞ്ഞുമക്കളോട് പരിശുദ്ധ അമ്മയ്ക്കുള്ള സവിശേഷമായ സ്നേഹത്തെക്കുറിച്ചാണ്. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ ഈശോയെ വളർത്തിയ അമ്മയ്ക്ക് ലോകത്തിലെ ഓരോ കുഞ്ഞും ഈശോയെ പോലെ തന്നെയാണ്. നാം നിസ്സഹായരായി നിൽക്കുമ്പോൾ, വൈദ്യശാസ്ത്രം പോലും കൈവിടുമ്പോൾ അത്ഭുതങ്ങളുടെ വാതിൽ തുറക്കുവാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് കഴിയും. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ചരിത്രങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഫാത്തിമയിലാകട്ടെ, ലൂർദിലാകട്ടെ, അമ്മ തിരഞ്ഞെടുത്തത് കുഞ്ഞുങ്ങളെയായിരുന്നു. ലോകത്തിന് മനസ്സിലാകാത്ത സ്വർഗീയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കുഞ്ഞുങ്ങളെയാണ്. കാരണം അവരുടെ ഹൃദയം നിർമ്മലമാണ്. ഇന്ന് നമ്മുടെ ചുറ്റും മാരകമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന കുഞ്ഞുമക്കളുണ്ട്. ക്യാൻസർ വാർഡുകളിലും ICUകളിലും ശ്വസിക്കാൻ പോലും പ്രയാസപ്പെടുന്ന പിഞ്ചോമനകൾ. അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീർ കാണുന്ന ഒരേയൊരു ഹൃദയം വിമല ഹൃദയമാണ്. അമ്മയുടെ കരങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ തലയിൽ സ്പർശിക്കുമ്പോൾ മാരകമായ അസുഖങ്ങൾ പോലും വഴിമാറുന്നു. അത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് അനേകായിരം അമ്മമാരുടെ നേർസാക്ഷ്യമാണ്. നമ്മുടെ ഇടയിൽ തന്നെ എത്രയോ കുഞ്ഞുങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥം വഴി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ജന്മനാ വൈകല്യങ്ങളുണ്ടാകുമെന്ന് ഡോക്ടർ വിധി എഴുതിയ കുഞ്ഞുങ്ങൾ, മാരകമായ വൈറസ് ബാധകളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടവർ, മാസങ്ങളോളം വെന്റിലേറ്ററിൽ കിടന്നിട്ടും അമ്മയുടെ ജപമാലയുടെ കരുത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ. ഇവിടെയാണ് നാം അലിൻ ഷെറിൻ എന്ന കുഞ്ഞു മാലാഖയെ ഓർക്കേണ്ടത്. ആ കുഞ്ഞ് തൻ്റെ കരൾ മറ്റൊരു കുഞ്ഞിന് നൽകിയപ്പോൾ അവിടെ പ്രവർത്തിച്ചത് അമ്മയുടെ അതേ സ്നേഹമാണ്. ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ മറ്റൊരു കുഞ്ഞിനെ ദൈവം ഉപകരണമാക്കുന്നു. മരണത്തെപ്പോലും ജീവൻ്റെ ഉറവിടമാക്കുവാൻ അമ്മയുടെ സാന്നിധ്യത്തിന് കഴിയുന്നു. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി നിങ്ങൾ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമേ വെറുതെയാക്കില്ല. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ കാവലിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാലാഖമാരാണ്. സഹോദരങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. രോഗം വരുമ്പോഴോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴോ പരിഭ്രമിക്കരുത്. ലൂർദിലെ മാതാവേ, ആരോഗ്യ മാതാവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അമ്മ തൻ്റെ മന്ത്രകൂടിയിൽ ആ കുഞ്ഞിനെ പുതപ്പിക്കും. അമ്മയുടെ ചാരെ ഒരു കുഞ്ഞും അനാഥനല്ല. അസുഖങ്ങൾ മാറ്റി സൗഖ്യം നൽകുന്നവളും തളരുമ്പോൾ താങ്ങുന്നവളുമായ പരിശുദ്ധ അമ്മ നമ്മുടെ മക്കളുടെ കാവലാളായി എന്നും കൂടെയുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളുടെ ആരോഗ്യമായ പരിശുദ്ധ മാതാവേ, കഷ്ടത അനുഭവിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങയുടെ സംവിധത്തിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ മാതൃസഹജമായ കരങ്ങളാൽ അവരെ സ്പർശിക്കണമേ. എല്ലാ മാരക രോഗങ്ങളിൽ നിന്നും അവരെ സുഖപ്പെടുത്തണമേ. ആമേൻ.